അസ്സലാമു അലൈക്കും. ഇന്ന് എല്ലാവരും നമ്മുടെ കാളികാവ് ഹിമ വൃദ്ധസദനത്തിലൊന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സുകളുണ്ട്, മാത്രമല്ല അവരുടെ വീട്ടിൽ നിന്ന് ചില ആൾക്കാർ ഹസ്ബൻഡുമാരും കുട്ടികളും ഒന്നിച്ച് വന്നവരുണ്ട്. അതേപോലെ ചില ആളുകൾ പിന്നെ അമ്മായിമ്മമാർ, അമ്മോഷൻ കാക്കാർ അങ്ങനെയൊക്കെ കൊണ്ടുവന്നവരുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ. അല്ലെങ്കിൽ അനിയത്തികളെ കൊണ്ടുവരിക, അതൊക്കെ നമുക്കൊരു എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയേക്കിന് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഇവരെല്ലാവരും യൂട്യൂബേഴ്സാണ്. ഇവിടെ അൻഷിഫ്, അൻവർ ഷാനു, അതേപോലെ തന്നെ ബുള്ളറ്റ് മാനു, മലപ്പുറം മുത്ത് സെൽവ, ഞാനെൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞ ചാനൽ, അതേപോലെ പാണ്ടിക്കാട് കിച്ചൻ, ജസ്നീസ്, റിന്ദ മേലാറ്റൂർ, ആമി കിച്ചന്, മലപ്പുറം വടക്കണി, സന്തോഷ് ഫാമിലി, പിന്നെ അപ്പോൾ അതേപോലെ തന്നെ മലപ്പുറം ഫാമിലി വ്ളോഗ്, കാക്കുപ്പ, പുൽവറ്റാറിന് ഒരു യൂട്യൂബർ കാക്ക, അതേപോലെ നമ്മുടെ പിന്നെ വാഹിദാൻ്റെ ബിസ്മി വ്ളോഗ്, അസ്കു അയിനിക്കോട്, നിബ്രാസ് പൂങ്ങോട്, ഷിബിലി, ഒരുപാട് ആൾക്കാർ കേട്ടോ. ഹജറ, ഹാജു, മിന്നു, കുട്ടിക്കുറുമ്പൻസ്, എന്താ പറയുക, നമ്മളെ അസ്മുണ്ട് കേട്ടോ. വേറെ നിലൂഫർ പറഞ്ഞൊരു ചാനൽ, ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പുരും ഫാമിലിയൊക്കെ ഉണ്ട്. ഓലൊക്കെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ കുറേ ഉണ്ട്, ജുബിണ്ട്, അതേപോലെ തന്നെ ജാസി, അതേപോലെ തന്നെ ആഷിഖ്, ഷിഹാബ്, എനിക്ക് പേര് കിട്ടണവരും കിട്ടാത്തവരൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് പറയാൻ കിട്ടുമല്ലോ. മുത്തു മുസ്തഫ, ഓനൊക്കെ വടകര അവിടെ നിന്നൊക്കെ വന്ന നമ്മളെ അസൂസ് ഉണ്ട്. ഓരൊക്കെ ഇവിടെ അപ്പോൾ കണ്ണൂരിൽ നിന്ന് 5 ആൾ വന്നിരിക്കണം കേട്ടോ. മാഷാ അല്ലാ. ഇവിടേക്കൊരു നേരത്തെ അന്നം കൊടുത്താൽ കൂലി കിട്ടുന്ന എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്നത് ഒരു പരിധിവരെ സ്ക്രീനുകളാണ്. അതിൽ നൽകുന്ന സന്ദേശങ്ങൾക്ക് അത്തരമൊരു സാഹചര്യത്തിൽ ജാതിയും മതവും നിറവും വർണ്ണവും ദേശവും ഭാഷയൊന്നും നോക്കാതെ അനാഥത്വത്തിന്റെ പിടിയിലമർന്ന ഏതൊരാളുണ്ടോ അവർക്കൊരായിരം സ്നേഹത്തിന്റെ കൈ നീട്ടിക്കൊടുക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് ഹിമ കെയർ ഹോം. 2017 നമ്മൾ ആരംഭിക്കാൻ നമ്മുടെ ഈ സ്ഥാപനത്തിനായി എന്ന് സന്തോഷത്തോടുകൂടെ നിർവൃതിയോടുകൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, പുതിയ കാലം 2 രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒന്ന്, സ്നേഹത്തിനും കാരുണ്യത്തിനുമൊക്കെ മുമ്പത്തെക്കാളേറെ വലിയ പരിഗണന കിട്ടിയ ഒരു കാലമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ ജനിച്ചു വളരാൻ ബുദ്ധിയില്ലാത്ത ആരും ലോകത്തുണ്ടാവില്ല. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഗതികൾ നമ്മൾ എഴുന്നേൽപ്പിക്കുന്നതും ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഒറ്റപ്പെട്ടതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം സ്നേഹവും കാരുണ്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ പുത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്. വലിയ മനസ്സിന്റെ ഉടമകളാണ് പ്രത്യേകിച്ച് മലയാളി. ഒരു ജീവന് 34 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതൊക്കെ സാധ്യമാകുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വദേശത്തും വിദേശത്തുള്ള നല്ലവരായ മനുഷ്യർ ജാതിയും മതവും നോക്കാതെ എല്ലാവർക്കും നമ്മളും ഇവർക്കും എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ നമ്മളെ ഗ്രൂപ്പിന്റെ ഇങ്ങനത്തെ ചാരിറ്റി സംഭവങ്ങളൊക്കെ മുൻനിർത്തി ചെയ്യുന്നത് നമ്മുടെ കേരളമാണ്. അപ്പൊ കേരളത്തിൽ നിറഞ്ഞ കൈയ്യടി ഈ ഒരു അവസരത്തിൽ കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ കാര്യം നോക്കാൻ നേരമില്ല. ഒന്നാമത് പുസ്തകമായിട്ട് ഫുൾ ബിസിയാണ്. എന്തെങ്കിലും പണി ഒരു പണി ഉണ്ടാവില്ല. ആ ഫുള്ള് തിരക്കിക്കാറ് ഒരു പരിപാടിക്കും നമുക്ക് നേരമില്ല. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാതൃക നമുക്ക് കാണിച്ചു നമ്മുടെ മലപ്പുറം റജീന. അപ്പൊ അതേപോലെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും അവനുള്ള ഒരു അമ്മനി കൊണ്ടിട്ടാണ്. അതായത് ഇത് കാണണം, ഇത് മാതൃകയില്ല. അപ്പൊ ഇങ്ങനത്തെ
അപ്പൊ ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു മഹിമ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഉസ്താദ് പറഞ്ഞ പോലെ എന്താ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവര് അങ്ങനെയുള്ള സംഭവം. അപ്പൊ ഞാൻ വേദിയിലേക്ക് കൂടുതലായിട്ട് ഞാൻ പറയുന്നത് അതുപോലെ ഉസ്താദൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല. ഇപ്പം ഞാൻ പാടിയ നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കും. നമുക്ക് എന്തായാലും 4 വരി പാടാൻ ശ്രമിക്കാം. കാരണം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ജന്മം തരതരമാവാം. ഒരിക്കലും നമ്മൾ തള്ളി പറയാൻ പാടില്ല എന്നാണ് ഉമ്മനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും ഇടങ്ങേറ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജെത്തിയെല്ലാം എന്നാണ്. കാരണം ഈ പരിപാടി ഞാനൊരു വിഷമത്തിന്റെ രൂപത്തിലാക്കുന്നില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് എന്നൊരു എന്താ പറയാ നമ്മളൊക്കെ പറയാം സാമ്രാജ്യം അങ്ങനത്തെ പറയാം. കാരണം എത്രയോ ആളുകൾ എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ അവള് അങ്ങനെ ചാനൽ ഉണ്ടാക്കി അവൾ ഉണ്ടാക്കാൻ വേറെ നല്ലൊരു പ്രൈസിന് വേണ്ടി തുടങ്ങിയതാണ്. അസുഖത്തിന്റെ ഒരു ക്യാൻസർ എന്നൊരു അസുഖം വന്നിട്ടും അവൾ ഇങ്ങനെ കുടിച്ചിരുന്നത് ഈ യൂട്യൂബ് എന്നൊരു മേഖലയിലാണ്. കാരണം അവള് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കും. സ്ഥാപനത്തിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഇത്ര ആൾക്കാരെ കണ്ടു. നമ്മൾ ഇത്രയും ആളിടയിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടിയിട്ട് ഇത്ര ആളെ ആയിട്ട് കാണാനും പിന്നെ ബന്ധപ്പെടാനും ആയതിൽ എനിക്ക് എത്ര വലിയ പറഞ്ഞാൽ തീരാത്ത സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരാൾക്ക് ഒരവസ്ഥയും വരാതിരിക്കട്ടെ. നല്ലതായിട്ടുള്ള ജീവിതം എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പറയാം. അപ്പൊ ഇവർക്ക് കുറച്ച് തിരക്കുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് സന്തോഷ ഫാമിലിക്കുള്ള മൊമെന്റോ കഴിക്കുന്നതിന് വേണ്ടി ഒരു നാടൻ ഫാമിലി ഒരു നാടൻ ഫാമിലി കാണാല്ലേ. അമ്മനെ കാണില്ല ടീച്ചർ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അപ്പോൾ എന്താ പറയണ്ട, സന്തോഷകണ്ണീരാണ്. വാക്കുകൾ പറയാൻ പറ്റുന്നില്ല. അസ്സലാമു അലൈക്കും, നമസ്കാരം. അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരുന്നത് കേട്ടോ. വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും. നിങ്ങളോട്